വടകര നഗരസഭ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിന് സജ്ജം. 15 കോടി രൂപ ചിലവഴിച്ച 4 നിലകളിലായി ഏറ്റവും ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള ഓഫീസാണ് ഒരുക്കിയിട്ടുള്ളത്. ജൂൺ 30 വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ.പി. ബിന്ദു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി.എ. മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ, വടകര എം.പി. ഷാഫി പറമ്പിൽ, എം.എൽ.എമാരായ കെ.കെ. രമ, കെ.പി. കുഞ്ഞമ്മദ്കുട്ടി, ഇ.കെ. വിജയൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിക്കും. വടകര നഗരസഭ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറും ചെയർമാനും വിവിധ സബ് കമ്മിറ്റി ചെയർമാന്മാരുമാണ് ഈ ഒരു പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ജൂൺ 30 വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന വടകര നഗരസഭയുടെ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഞങ്ങളുടെ വടകര നഗരസഭയുടെ വികസന വീഥികളിലെ ഒരടയാളപ്പെടുത്തലായി മാറുകയാണ് ജൂൺ 30 നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് 1962 ബഹുമാനപ്പെട്ട ഡോക്ടർ പി ബാലകൃഷ്ണൻ ചെയർമാനായ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് വടകരയുടെ മുനിസിപ്പൽ ഭരണം ആരംഭിക്കുന്നത്. അതിനുശേഷം 1977 ബഹുമാനപ്പെട്ട കെ.കെ. രാഘവൻ ചെയർമാനായ ആ ഒരു ഭരണസമിതി കാലഘട്ടത്തിൽ ഇന്ന് നിലവിലുള്ള റെയിലിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള വടകര നഗരസഭയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ബഹുമാന്യരായ ഒട്ടനവധിയായ ചെയർമാന്മാരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വടകര നഗരസഭയുടെ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആലോചനാ യോഗങ്ങളും തീരുമാനങ്ങളും എടുത്ത ആ ഒരു ഓഫീസ് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് എല്ലാ സൗകര്യങ്ങളും എല്ലാ സേവനങ്ങളും സ്മാർട്ട് സംവിധാനത്തിലൂടെ ഓൺലൈൻ സംവിധാനത്തിലൂടെ മാറിയ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിലേക്ക് പുതിയൊരു ഓഫീസ് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെച്ചത്. 2005 ബഹുമാനപ്പെട്ട വി തങ്കമണി ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പുതിയ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അന്ന് അതിൻ്റെ ഒരു തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയതിന് ശേഷം ബഹുമാനപ്പെട്ട ടി.പി. ചന്ദ്രേട്ടൻ ചെയർമാനായ ആ ഒരു ഭരണസമിതി കാലഘട്ടത്തിൽ അതിൻ്റെ ടെൻഡർ നടപടി ഉൾപ്പെടെ മറ്റുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരികയും ബഹുമാനപ്പെട്ട പി രഞ്ജിനി ടീച്ചർ ചെയർമാനായ ഭരണസമിതിയിൽ ആ ഒരു ഓഫീസിൻ്റെ 2 നിലയുടെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുകയും പിന്നീട് ഇങ്ങോട്ടേക്ക് നിർമ്മാണ കരാർ കമ്പനികൾ നഗരസഭയോട് സഹകരിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധിയായ സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ആ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് 2015-20 ഭരണസമിതിയിൽ ബഹുമാനപ്പെട്ട കെ. ശ്രീധരേട്ടൻ ചെയർമാനായ ഭരണസമിതി അതിനുള്ള എല്ലാ പ്രയാസങ്ങളെയും മറികടന്നുകൊണ്ട് അന്നത്തെ ആ ഒരു കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് റിസ്ക് ആൻഡ് കോസ്റ്റിൽ വീണ്ടും ടെൻഡർ വിളിച്ച് ആ ടെൻഡർ പ്രകാരം ഏറ്റെടുത്ത കരാറുകാരനായിരുന്നു പി.കെ. ബാലൻ എന്ന പാലേരി ബാലൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2019 ഇന്ന് നഗരസഭയുടെ ഓഫീസിൻ്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും എല്ലാവിധത്തിലേക്കുള്ള പ്രവർത്തനങ്ങളും ബിൽഡിങ്ങിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിലൂടെ നിർവഹിക്കുകയും പിന്നീട് ഇങ്ങോട്ട് ഇന്ന് കാണുന്ന രീതിയിലേക്ക് അതിമനോഹരമായ രീതിയിലേക്ക് അതിൻ്റെ ഇൻറ്റീരിയൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും അതിൻ്റെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഫയർ, AC ഉൾപ്പെടെ മറ്റൊട്ടനവധിയായ കരാർ കമ്പനികളുടെ നേതൃത്വത്തിലാണ് ഇന്നവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. വടകര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ചരിത്രങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർത്ത ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ആദ്യത്തെ തോട്ടിപ്പണി നിർത്തലാക്കിയ നഗരസഭ എന്നൊരു ഖ്യാതിയാണ് വടകര നഗരസഭയ്ക്കുള്ളത്. അതിലൂടെ തുടക്കം കുറിച്ചുകൊണ്ട് വടകരയുടെ എല്ലാവിധത്തിലേക്കുള്ള മാലിന്യ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്നോണം മാറി മാറി വന്ന വിവിധ
കൗൺസിലുകൾ നേതൃത്വപരമായ ഇടപെടലുകൾ നടത്തുകയും 2020-25 ഭരണസമിതിയിൽ 2021 ഒക്ടോബർ 2-ാം തീയതി നമ്മുടെ വടകര നഗരസഭ കേരളത്തിൽ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭ എന്നുള്ള ആ ഒരു പദവി നേടുകയും നമ്മളെ മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇന്ന് സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുകയും കേരള സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യമുക്ത കേരള സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. നാളിതുവരെയായിട്ടും ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നിറച്ചാർത്തേകിയ വടകര നഗരസഭ ഇന്ന് പുതിയൊരു ഭരണസമിതി കാലഘട്ടം നമ്മൾ ഈ ഒരു ഭരണസമിതിയുടെയും കാലാവധി കഴിയാൻ പോകുന്ന ഈ ഒരു ഘട്ടത്തിലാണ് നമുക്ക് പുതിയ ഓഫീസിൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങളും പാലിച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് വടകര നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്ന് വടകരക്കാർക്ക് കാണാൻ പറ്റാവുന്ന രീതിയിലേക്ക് ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ, അത് നിർമ്മാണ പ്രവർത്തനത്തിലൂടെയും ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങളിലൂടെയും സാംസ്കാരിക മേഖലയിലൂടെയും ഒക്കെ തന്നെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് നാളിതുവരെയായിട്ടും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ച ആ ഒരു സന്തോഷകരമായ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ചെയർമാന്മാരും അന്നത്തെ ഭരണസമിതിയും ഒക്കെ തന്നെ തുടക്കം കുറിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക, ആ പൂർത്തീകരിച്ച പുതിയ ഓഫീസിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് പലവിധ സാങ്കേതിക പ്രശ്നങ്ങളിലും അകപ്പെടുകയും അതൊക്കെ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതി കാലഘട്ടത്തിൽ ചരിത്രത്തിലേക്കുള്ള അടയാളപ്പെടുത്തലുകൾ എന്നുള്ള രീതിയിലേക്ക് വടകര നഗരസഭയുടെ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് മാറുകയാണ്. തീർത്തും ആധുനിക സൗകര്യത്തോടു കൂടെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ആ ഓഫീസിലേക്ക് ഒരുക്കി ചേർത്തിട്ടുണ്ട്. 7600 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള പുതിയ ഓഫീസ് കെട്ടിടം ഏകദേശം 15 കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. വടകര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കാർബൺ എമിഷൻ കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള നെറ്റ് സീറോ കേരളം ക്യാമ്പയിൻ ഏറ്റെടുത്ത ഒരു നഗരസഭ എന്നുള്ള രീതിയിൽ ആ ഒരു വിധത്തിലേക്കുള്ള സജ്ജീകരണങ്ങൾ കൂടെ ഞങ്ങളുടെ ഓഫീസിൻ്റെ ഭാഗമായിട്ട് ഒരുക്കി ചേർത്തിട്ടുണ്ട്. ഇനിയും പൂർത്തീകരിക്കാനുമുണ്ട്. എന്തായാലും പൊതുജനങ്ങൾക്ക് എന്നും എല്ലാവിധത്തിലുള്ള സേവനങ്ങളും എത്രയും പെട്ടെന്ന് എത്രയും എളുപ്പത്തിൽ നൽകാൻ പറ്റാൻ ആവശ്യമായിട്ടുള്ള രീതിയിലേക്കുള്ള ക്രമീകരണങ്ങൾ ആ ഓഫീസിലേക്ക് ഒരുക്കി ചേർത്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ജൂൺ 30-ന് ഉദ്ഘാടനം നിർവഹിച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് നമുക്കറിയാം ഒരു ഓഫീസിൽ നിന്നും പുതിയൊരു ഓഫീസിലേക്ക് മാറാനുള്ള ചെറിയൊരു സാവകാശം, അത് നമ്മളെ മുഴുവൻ സംവിധാനങ്ങളെയും ഇങ്ങോട്ടേക്ക് മാറ്റുന്നുള്ള ഒരു സാവകാശം മാത്രം, അത് ഒരു 2 ആഴ്ച സമയത്തേക്ക് പൊതുജനങ്ങൾ കൂടെ അതൊന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അത് ക്രമീകരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയൊരു സാവകാശം ഭരണസമിതിക്ക് നൽകേണ്ടതായിട്ടുണ്ട്. എന്തായാലും പഴയ ഓഫീസിലിരുന്നു കൊണ്ട് ദിവസേന വരുന്ന അപേക്ഷകളും പരാതികളും സ്വീകരിക്കാനുള്ള ക്രമീകരണം പഴയ ഓഫീസിൽ നിലനിർത്തിക്കൊണ്ട് പുതിയ ഓഫീസിലേക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയിട്ട് എല്ലാം ഒരുക്കി ചേർക്കാനുള്ള ഒരു സാവകാശം എന്നുള്ള രീതിയിലേക്ക് അത് ക്രമപ്പെടുത്താനുള്ള ഒരു സമയം ഒരു 2 ആഴ്ചത്തേക്ക് കൂടാതെ പൊതുജനങ്ങൾ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നഗരസഭാ ഭരണസമിതിയോടൊപ്പവും ഉദ്യോഗസ്ഥന്മാരോടൊപ്പവും സഹകരിക്കണമെന്ന് മാത്രമാണ് ഈ ഉദ്ഘാടന വേളയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഉദ്ഘാടന സദസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഒരു വടകര നാടിൻ്റെ ആഘോഷം എന്നുള്ള രീതിയിലേക്കുള്ള ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് വടകര നഗരസഭാ ജനപ്രതിനിധികൾ, വടകര നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ, ആശാവർക്കർമാർ, അതേപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ ഉൾപ്പെടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. ശേഷം നമ്രത ഉദയത്തിൻ്റെ ഒരു ഗസൽ സന്ധ്യയോടുകൂടെ തന്നെ ആ ഒരു ആഘോഷ പരിപാടി പൂർത്തീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചാർത്തിയത്. ഒപ്പം തന്നെ ലിസി മുരളീധരൻ്റെ, ഇന്ന് നമുക്കറിയാം ലഹരിക്കെതിരെ എല്ലാവരും ഒരുമിച്ച് മുന്നേറുന്ന ഈ ഒരു സമയത്ത് ലഹരി വിമുക്ത കേരളം എന്നുള്ള ഒരു തീമിനെ ആസ്പദമാക്കി ലിസി മുരളീധരൻ അവതരിപ്പിക്കുന്ന ഒരു ഫ്യൂഷൻ ഡാൻസ് കൂടെയുണ്ട്. ആ പരിപാടികളൊക്കെ തന്നെ വരുമ്പം ഒരു 11-11:30 വരെ നമ്മുടെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ നീളുന്ന തരത്തിലേക്കാണ് പ്രോഗ്രാം കമ്മിറ്റി മറ്റു പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ പരിപാടിയിലേക്ക് ജൂൺ 30-ാം തീയതി നമ്മൾ ആദ്യം തന്നെ സമയം നൽകിയത് 4:30 പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നമുക്ക് അത് കൃത്യം 4 മണിക്ക് തുടങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക്
സമയബന്ധിതമായിട്ട് പരിപാടി പൂർത്തീകരിച്ച് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് കൃത്യം 4 മണിക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പും കിട്ടിയിട്ടുണ്ട്. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ, ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം, ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര, മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി.